ഇറാനെ തവിട് പൊടിയാക്കാൻ ഇറങ്ങിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കക്കൂസുകൾ ചതിച്ചു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ, ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പൽ, ലോകത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ, അമേരിക്കയുടെ അഭിമാനമായ ജെറാൾഡ് ആർ ഫോർഡ്, ഈ മറ്റ് യുദ്ധക്കപ്പലുകളൊക്കെ പോരാഞ്ഞിട്ട് ജെറാൾഡ് ആർ ഫോർഡിനെ കൂടി രംഗത്തിറക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ്. വലിയ തള്ളൊക്കെ തള്ളിക്കൊണ്ടാണ് വന്നത്. നിക്കോളാസ് മെഡൂറോയെ, വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മെഡൂറോയെ തൂക്കാൻ പോയ കപ്പൽ, അതിലെ ആ സംവിധാനം മുഴുവൻ വലിയ വലിയ തരത്തിലാണ് വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കരീബിയൻ കടലിൽ നിന്ന് ജിബ്രാൾട്ടർ കടലിടുക്ക് വഴി, ആ ഇടുക്ക് വഴി വളരെ വേഗത്തിൽ ഇറാന്റെ തീരത്തേക്ക് നേരിട്ടല്ലെങ്കിലും ഇറാനെ ആക്രമിക്കാൻ പാകത്തിലുള്ളൊരു സ്ഥലത്തേക്ക് എത്തണമല്ലോ, മെഡിറ്ററേനിയൻ കടലിലേക്ക് എത്തണമല്ലോ. അപ്പം അറബിക്കടലിലോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും കറങ്ങി തിരിഞ്ഞു വരാനുള്ള സമയമില്ലാത്തതുകൊണ്ട് വളരെ വേഗം ശരവേഗത്തിൽ ഇങ്ങനെ മെഡിറ്ററേനിയൻ കടലിലേക്ക് ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ പാഞ്ഞു കയറിയ നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പൽ, അതിൻ്റെ വില, അതിൻ്റെ മൂല്യമെന്ന് പറയുന്നത് $13 ബില്യൺ മുകളിലാണെന്നാണ്. 13 ബില്യൺ എന്ന് പറയുന്നത് 1300 കോടി ഡോളറിന് മുകളിൽ വിലപിടിപ്പുള്ള ആ കപ്പലുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, ആ കപ്പലുകളിലെ കക്കൂസുകളൊന്നും പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വാർത്തയാണ്. അതായത് ദിവസങ്ങളായി ആ കപ്പലിലെ 4600-ലധികം സൈനികർ ടോയ്ലറ്റിൽ പോകാൻ പറ്റാത്ത ഒരു നിലയിൽ അങ്ങനെ സങ്കടപ്പെട്ടും സംഘർഷത്തിലുമൊക്കെ ആയിട്ടും ഇങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത്തരം വലിയ പടക്കപ്പലുകളിലെയൊക്കെ സൈനികർക്ക് ഒരു 6 മാസമാണ്. 6 മാസം ഒരു കടലിൽ കിടന്നിട്ട് തിരിച്ചു പോവുകയാണ് പതിവ്. പക്ഷേ ആള് ട്രംപാണല്ലോ, അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരുന്നത് കൊണ്ട് ഇപ്പോൾ ജൂണിലോ മറ്റോ കടലിലിറങ്ങിയതാണ് ഇവർ. ഈ കപ്പൽ ഇപ്പോൾ 8ാം മാസമാണ് കടലിലിങ്ങനെ അനിശ്ചിതത്വം. എവിടെയൊക്കെയാണ് പോകേണ്ടത്, എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്നൊന്നും അത് കിട്ടുന്ന ഉത്തരവനുസരിച്ചാണ് കപ്പലിന് മുമ്പോട്ട് പോകേണ്ടി വരും. അപ്പോൾ കപ്പലിൽ ഇപ്പോൾ ആണവ ഊർജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ കപ്പലിലെ 650 ടോയ്ലറ്റുകൾ സ്റ്റക്കായിരിക്കുന്നു. ആ 650 ടോയ്ലറ്റുകളും പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ ട്രംപിന് ടോയ്ലറ്റ് ട്രബിൾ ഒരു വലിയ വിഘാതമാകുമോ ട്രംപിന്റെ ഈ യുദ്ധ സ്വപ്നങ്ങൾക്ക് എന്നുള്ള ചോദ്യമൊക്കെ ഇങ്ങനെ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് സൈനികർക്ക് കക്കൂസിൽ പോകാൻ സംവിധാനമില്ലാത്തത് കൊണ്ട് ഒരു യുദ്ധം അവസാനിപ്പിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ യുദ്ധരംഗത്ത് നിന്ന് പിൻവാങ്ങേണ്ടി വന്നു എന്ന ചരിത്രമൊക്കെ ചിലപ്പോൾ ഇറാന് നേരെ വന്ന ഈ കപ്പൽ പടയ്ക്ക് ഉണ്ടാകുമോ, അങ്ങനെ അവർ ചരിത്രത്തിൽ കൂടെ രേഖപ്പെടുമോ എന്നൊക്കെ സംശയം പ്രകടിപ്പിച്ചു പോകുന്ന സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോവുകയാണ്. അപ്പോൾ ട്രംപിനെ ഈ ടോയ്ലറ്റ് ട്രബിൾ വേട്ടയാടുന്നു. അദ്ദേഹത്തിന് ഇത് മുൻപും ഇത്തരത്തിൽ ട്രംപും ടോയ്ലറ്റും തമ്മിൽ അങ്ങോട്ട് ചേരില്ല എന്നൊക്കെയുള്ള നിലയിലുള്ള വിമർശനങ്ങളും ഇതിനകം ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിനെതിരെയുള്ള വലിയൊരു വിമർശനം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് എയർഫോഴ്സ് വൺ വിമാനത്തിന്റെ ടോയ്ലറ്റിന്റെ അടുത്ത് നിന്നാലേ വാർത്താ സമ്മേളനം വരുമെന്നുള്ളൊരു വലിയ ക്രിറ്റിസിസം, വലിയ വിമർശനം ഇദ്ദേഹത്തിന്റെ എതിരാളികളൊക്കെ ഉന്നയിക്കാറുണ്ട്. എന്ത് വാർത്താ സമ്മേളനം നടന്നെങ്കിൽ ചാടി നേരെ എയർഫോഴ്സ് വണ്ണിലേക്ക് കയറുന്നു, അതിന്റെ ടോയ്ലറ്റിന്റെ അടുത്ത് പോയി നിന്നിട്ടാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഇതിനൊരു ടോയ്ലറ്റ് ട്രബിൾ സംഭവിച്ചു. അതായത് ഇദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ടോയ്ലറ്റിന്റെ ഡോറ് തുറന്ന് ഏതോ ഒരാൾ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. ആരാണെന്ന് വ്യക്തമല്ല. പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ ട്രംപിനത് മനസ്സിലായിട്ട് ട്രംപ് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ അദ്ദേഹത്തിനോട് പരിഹാസ രൂപേണ, അകത്താരാണെന്ന് ആരായാലും ഒരു പരിഹാസ രൂപേണയൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സർക്കാരിൻ്റെ വണ്ടിയാണ്, എനിക്കിതിനെപ്പറ്റി സർക്കാരിൻ്റെ ചെലവിലാണല്ലോ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വാഹനമാണല്ലോ, അപ്പോൾ അത് ഞാൻ വളരെ ഗംഭീരമായി സൂക്ഷിക്കുന്നതാണെന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ഈ ട്രംപിൻ്റെ ഈ വാക്കുകൾ, ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് പേടിച്ചിരണ്ട ആ ഹതഭാഗ്യൻ, ഈ ടോയ്ലറ്റിൽ അകപ്പെട്ടു പോയ ഹതഭാഗ്യൻ, ടോയ്ലറ്റിൽ കയറേണ്ടി വന്ന ഹതഭാഗ്യൻ ഈ വാർത്താ സമ്മേളനം കഴിയുന്നതുവരെ പിന്നെ പുറത്തിറങ്ങിയതേയില്ല, ആ ടോയ്ലറ്റിൽ തന്നെ ഇരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പൽ, ശ്രദ്ധിക്കണം, ലോകത്തെ ഏറ്റവും വലിയ പടക്കപ്പലാണ്. ഇറാനെ തകർത്ത് തരിപ്പണമാക്കാൻ പോയ പടക്കപ്പലാണ്. അപ്പോൾ ആ പടക്കപ്പലാണിപ്പോൾ കക്കൂസുകൾ ബ്ലോക്കായി പോയതിൻ്റെ പേരിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത വിധം ഈ കക്കൂസുകളും മലിനജലം ഒഴുക്കിവിടാനുള്ള സംവിധാനമൊക്കെ തകർന്നു പോയതിൻ്റെ അവസ്ഥയിൽ അടിസ്ഥാനത്തിൽ 4600-ലധികം സൈനികർ ഇങ്ങനെ സങ്കടത്തിലും ദുരിതത്തിലുമൊക്കെ ആയിട്ട് നടുക്കടലിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ നടുക്കടലിൽ, അക്ഷരാർത്ഥത്തിൽ നടുക്കടലിൽ, മെഡിറ്ററേനിയൻ കടലിൽ പെട്ട് ഇങ്ങനെ കിടക്കുന്നു. എനിക്കതിനിപ്പോൾ നേരിട്ട്
ഇസ്രയേലിന്റെ തീരുമാനം, മെഡിറ്ററേനിയൻ കടലെന്ന് പറയുമ്പോൾ ഇസ്രയേലിന്റെ തീരുമാനമായത് കൊണ്ട് വേണമെങ്കിൽ ഇസ്രയേലിലേക്ക് വന്നാൽ ബെഞ്ചമിൻ നെതന്യാഹു ഈ സൈനികർക്കെല്ലാം കൂടി മിക്കവാറും കക്കൂസിൽ പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ടല്ലോ, ഈ പ്രകൃതി തന്നെ പണി കൊടുക്കുക എന്ന്. ട്രംപിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു പ്രകൃതി തന്നെ പണി കൊടുത്തതിനപ്പുറത്ത് കക്കൂസുകൾ, ടോയ്ലറ്റുകൾ പോലും ട്രംപിന് പണി കൊടുക്കുന്ന ഒരു കാലത്തിലൂടെയാണ്, ഒരു വല്ലാത്ത കാലത്തിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ ട്രംപിന്റെ ഇനിയുള്ള ഈ ആർമഡയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ, ആ കപ്പലായിരുന്നല്ലോ വന്നുകൊണ്ടിരുന്നത്, അതിന്റെ ഈ കക്കൂസുകളുടെ പ്രശ്നം എങ്ങനെ പരിഹരിക്കപ്പെടുമെന്നും ഈ കക്കൂസ് വിഷയം അല്ലെങ്കിൽ ടോയ്ലറ്റ് ട്രബിൾ വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരാൻ പോകുന്നുവെന്ന് ലോകം മുഴുവൻ ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുന്ന അമേരിക്ക ഇറാൻ യുദ്ധത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോവുക എന്നുള്ളതും ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുമായിരിക്കും.